വർണ്ണാശ്രമങ്ങൾക്കോ അതിന്റെ പേരിലുള്ള ഭ്രാന്തുകൾക്കോ സ്ഥാനം കൊടുക്കാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാമത് രക്തസാക്ഷി വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ പറയുന്ന അർത്ഥമല്ല സനാതനധർമ്മത്തിന് വാസ്തവത്തിലുള്ളതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വർണ്ണാശ്രമങ്ങൾക്കോ അതിന്റെ പേരിലുള്ള ഭ്രാന്തുകൾക്കോ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാമത് രക്തസാക്ഷിത്വ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. വർണ്ണാശ്രമങ്ങൾക്കോ അതിന്റെ പേരിലുള്ള ഭ്രാന്തുകൾക്കോ സ്ഥാനം കൊടുക്കാൻ പാടില്ല. ഇന്ത്യയുടെ പാപവും ശാപവുമെന്ന് മഹാത്മാഗാന്ധി വിളിച്ച ജാതി വ്യവസ്ഥയെ, വർണ്ണവ്യവസ്ഥയെ എല്ലാം മഹത്വവൽക്കരിക്കുന്ന ആശയങ്ങൾക്കുള്ള പകരംപദമായി ഈ പറയുന്ന സനാതനധർമ്മത്തെ വ്യാഖ്യാനിക്കാൻ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കും ആ നിറം കൊടുക്കാൻ ശ്രമങ്ങളുണ്ടാകുമ്പോൾ പറയാതിരിക്കാനാകുന്നില്ല നേതി എന്ന്. അതും ഇന്ത്യയുടെ പൗരാണിക ചിന്തയിൽ പലപ്പോഴും പറഞ്ഞ പ്രയോഗമാണ്. നേതി എന്ന വാക്ക് അർത്ഥമല്ല എന്നാണ്. അതല്ല, ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്ന പോലെ ഒരർത്ഥമല്ല ഈ സനാതനധർമ്മത്തിന് വാസ്തവത്തിലുള്ളതും ഉണ്ടാകേണ്ടതും. അത് ശാശ്വതമായ മൂല്യബോധമാണ്. ഏതാണ് ആ മൂല്യബോധം? സ്നേഹമാണ്, നന്മയാണ്, കരുണയാണ്. അതാണ് ധർമ്മമെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ആ ബുദ്ധൻ്റെ പാഠങ്ങളെ ഒട്ടുകൊണ്ട് പറയട്ടെ, അതിന് പുതിയ ബ്രാഹ്മണ്യത്തിൻ്റെ ശക്തികൾ നടത്താൻ ശ്രമിക്കുന്ന വ്യാഖ്യാനങ്ങൾ തെറ്റാണ്. ആ തെറ്റുകൾ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ തിരിച്ചുപിടിക്കാനോ പ്രതികൂലമായിട്ട് ബാധിക്കാനോ എല്ലാം വഴിതെളിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതേപ്പറ്റിയുള്ള അർത്ഥവത്തായ സംവാദമുണ്ടാകട്ടെ. ആ സംവാദങ്ങളെല്ലാം ആരോഗ്യകരമായിരിക്കട്ടെ. വിദ്വേഷവും കാര്യക്ഷവുമല്ല, സത്യം തേടിയുള്ള ഈ യാത്രയിൽ നമുക്കെല്ലാം മുന്നോട്ട് പോകാം. ആ യാത്രയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കാണിച്ച ധൈര്യവും സ്ഥൈര്യവും ധീരതയും നമുക്കെല്ലാം മാതൃകയാക്കി മാറ്റാം. അവിടെ നമുക്ക് ഉദ്ധരിക്കാൻ ഒരു വാക്കുണ്ടെങ്കിൽ, വാചകമുണ്ടെങ്കിൽ ആ വാചകം ഇതായിരിക്കും: വാദിക്കാനും ജയിക്കാനുമാകരുത്, അറിയാനും അറിയിക്കാനും വേണ്ടിയാകണം ചർച്ചകൾ പോകേണ്ടത്. അതുകൊണ്ട് അവസാന വാക്ക് പറഞ്ഞു വന്ന് ആരും ചിന്തിക്കാതിരിക്കട്ടെ. വേദകാലത്തെ ബ്രാഹ്മണ്യ ശക്തികൾ മാത്രമാണ് അവസാന വാക്ക് തങ്ങൾ പറഞ്ഞു വന്ന് മതിക്കുന്നത്. അതല്ല ഇന്ത്യൻ പാരമ്പര്യം. ഇന്ത്യൻ പാരമ്പര്യം സംവാദങ്ങളുടേതാണ്, ചർച്ചയുടേതാണ്. സത്യം തേടിയുള്ള നിരന്തരമായ ധീരമായ സമരയാണ് ഇന്ത്യൻ പാരമ്പര്യം. ആ അർത്ഥത്തിൽ നമുക്ക് സത്യം തേടിയുള്ള യാത്രയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കാമെന്നും ആ ശ്രമത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കാണിച്ച ആ എല്ലാ നീതിബോധവും ധൈര്യവും നമുക്ക് ഓർത്തുവെക്കാം. രാജ്യത്തിന്റെ ശാപമാണെന്ന് മഹാത്മാഗാന്ധി വിളിച്ച ജാതി വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും എല്ലാം മഹത്വവൽക്കരിക്കുകയാണ്. ഇത്തരം ആശയങ്ങൾക്കുള്ള പകരം പദമായി സനാതനധർമ്മത്തെ വ്യാഖ്യാനിക്കുന്നു. സനാതനധർമ്മത്തിന്റെ എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കും നിറം കൊടുക്കാൻ ശ്രമം നടക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശാശ്വതമായ മൂല്യബോധമാണ് വാസ്തവത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. സ്നേഹമാണ് ആ മൂല്യബോധം. നന്മയും കരുണയുമാണ് മൂല്യബോധം. ശ്രീബുദ്ധൻ അതാണ് പഠിപ്പിച്ചത്. ബുദ്ധന്റെ പാഠങ്ങളെ ഓർത്തുകൊണ്ട് പറഞ്ഞാൽ പുതിയ ബ്രാഹ്മണ്യത്തിന്റെ ശക്തി കലർത്താൻ ശ്രമിക്കുന്ന വ്യാഖ്യാനങ്ങൾ തെറ്റാണ്. ആ തെറ്റുകൾ സമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിനെ തടയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CDNet ന്യൂസ്, ആറാട്ടുപുഴ.